നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബ്രഹ്മദാസ്. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന വീഡിയോയിലെ കണ്ടന്റ് വെബ്സൈറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുള്ള URL റിസോൾവ് എന്ന് പറയുന്ന ഒരു ഏരിയയെ പറ്റിയാണ്. എന്താണ് URL റിസോൾവ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിനകത്ത് ചില സിറ്റുവേഷനുകളിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL ഡിഫറെൻറ്റ് URLകൾ തന്നെ ഒരേ കണ്ടന്റ് കാണിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, വെബ്സൈറ്റിനകത്ത് തന്നെ നമ്മൾ www ചേർത്തുള്ളതോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രോട്ടോക്കോളിൽ വരുമ്പോഴത്തേക്കും HTTPS, HTTP, SSL സർട്ടിഫിക്കേഷനോ ഉള്ള HTTPS പ്രോട്ടോക്കോളുള്ള വെബ്സൈറ്റ്, അതില്ലാത്ത വെബ്സൈറ്റ്, അതുപോലെ തന്നെ www ചേർത്ത വെബ്സൈറ്റ്, www ചേർക്കാതെയുള്ള URLs. ഇങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ URLs നമ്മൾ www എന്ന് ചേർത്ത് അടിച്ച് ഓപ്പൺ ആക്കുമ്പോൾ ഒരു രീതിയിലും, അതേപോലെ തന്നെ www ഇല്ലാതെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ ആ www ഇല്ലാതെയും ഓപ്പൺ ആകുന്നത് ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ചോളം ഒരു ഡിഫക്റ്റാണ്. ഇങ്ങനെയുള്ളൊരു ഡിഫക്റ്റ് എപ്പോഴും വെബ്സൈറ്റിൻ്റെ SEOയ്ക്ക് അകത്ത് ചെറിയ ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. എന്താണ് ഈ ഇഷ്യൂ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് ഇതാണ്. എന്താണ് www റിസോൾവ് എന്ന് പറഞ്ഞാൽ, ഈ ഇഷ്യൂവിനെ നമ്മൾ സോൾവ് ചെയ്യുന്നതിനെയാണ് www റിസോൾവ് എന്ന് പറയുക. അങ്ങനെ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിന് കിട്ടിയേക്കാവുന്ന മാക്സിമം റെക്കമെൻഡേഷൻ, ലിങ്ക് റെക്കമെൻഡേഷൻ്റെ ആകെത്തുകയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. URL റിസോൾവ് എന്ന് പറയുന്ന ഈ ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ, അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ, URL റിസോൾവ് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിനെ, അല്ലെങ്കിൽ അത് URL ഇഷ്യൂ ഉള്ള ഒരു വെബ്സൈറ്റിനെ എങ്ങനെയാണ് അത് ബാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. നോർമലി ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് www.website.com എന്നും www ഇല്ലാതെ website.com എന്നും അടിക്കുമ്പോൾ രണ്ടും രണ്ട് രീതിയിൽ തന്നെ ബ്രൗസറിൽ ഓപ്പൺ ആകുന്ന ഒരു രീതി നിലനിൽക്കുകയാണെങ്കിൽ അതിനകത്ത് URL ഇഷ്യൂ ഉണ്ട്. അത് റീസോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ URL റിസോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏത് വെർഷനാണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യുമ്പോൾ ഇതിൽ www ചേർന്നുള്ള വെർഷൻ ലിസ്റ്റ് ചെയ്യണമോ www ഇല്ലാത്ത വെർഷൻ ലിസ്റ്റ് ചെയ്യണമോ എന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷം നമ്മൾ പ്രിഫർ ചെയ്യുന്ന വെർഷനിലേക്ക് മറ്റേ വെർഷനെ റീഡയറക്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ചെയ്യുക. റീഡയറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ 301 റീഡയറക്ഷനാണ് നമ്മൾ മെയിനായിട്ട് ഇതിനു വേണ്ടി ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിനെ ബാധിക്കുക എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് www.sam.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് ഒരു ബ്രൗസറിനകത്ത് www.sam.com എന്ന് അടിക്കുമ്പോൾ അങ്ങനെ തന്നെ ഓപ്പൺ ആവുകയും, എന്നാൽ www ചേർക്കാതെ sam.com എന്ന് അടിക്കുമ്പോൾ www ഇല്ലാതെ തന്നെ ഓപ്പൺ ആവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊരു ഡിഫക്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. ഒരു വെബ്സൈറ്റിനകത്ത് ഒരേ പേജസ് തന്നെ, അല്ലെങ്കിൽ ഒരേ കണ്ടന്റ് തന്നെ രണ്ട് URLകളിൽ ഓപ്പൺ ആകുന്ന ഒരു രീതി ഒരു കണ്ടന്റ് ഡ്യൂപ്ലിക്കേഷൻ പോലെയുള്ള ഇഷ്യൂ ആയിട്ട് അത് നമ്മുടെ വെബ്സൈറ്റിനെ ബാധിക്കാം. ഒന്ന് അത്. രണ്ടാമത്തേത്, നമ്മളെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ലിങ്ക്സ് രണ്ട് ഡയറക്ഷനിൽ വരാം. ഫോർ എക്സാമ്പിൾ, www.sam.com എന്ന് അടിച്ച് ഓപ്പൺ ആക്കിയ ഒരു യൂസർ sam.com-നകത്തുള്ള ഒരു കണ്ടന്റ് ആർട്ടിക്കിൾ വായിച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അദ്ദേഹം നാച്ചുറലി ആ വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ പ്രോബബ്ലി www.sam.com എന്നുള്ള വെർഷനിലേക്കായിരിക്കും ലിങ്ക് കൊടുക്കുന്നുണ്ടാവുക. എന്നാൽ ഇതേ വെബ്സൈറ്റ് www ഇല്ലാതെ ഓപ്പൺ ആക്കുന്ന ഒരു യൂസർ www ഇല്ലാതെ sam.com എന്ന് മാത്രം അടിച്ച് ഓപ്പൺ ആക്കുന്നു, അത് അങ്ങനെ തന്നെ ഓപ്പൺ ആകുന്നു. ഇങ്ങനെ ഓപ്പൺ ആകുന്ന ആൾ അതേപോലെ തന്നെ ഒരു ആർട്ടിക്കിൾ ഇഷ്ടപ്പെട്ട അയാൾ ആ വെബ്സൈറ്റിലേക്ക് ലിങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ www ഇല്ലാത്ത വെർഷനായിരിക്കും ഉറപ്പായിട്ടും കൊടുക്കാൻ സാധ്യത. അങ്ങനെ നമ്മളെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ലിങ്ക്സ് രണ്ട് രീതിയിൽ ലിങ്ക് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് വരുന്ന ലിങ്ക്സ് നമുക്കറിയാം, അത് ഗൂഗിൾ റാങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ ലിങ്ക്സ് ആയിട്ടാണ് എടുക്കുക, റെക്കമെൻഡേഷൻ ഓട്ടായിട്ടാണ് എടുക്കുക. നമ്മുടെ വെബ്സൈറ്റിലേക്ക് വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് നാച്ചുറൽ ആയിട്ടുള്ള ലിങ്ക്സ് കിട്ടുന്നത് എപ്പോഴും നമ്മളെ റാങ്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകം കൂടിയാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇപ്പം www ചേർത്ത് വെബ്സൈറ്റിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഒരാളോ, അല്ലെങ്കിൽ 5 വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് www ചേർന്ന് വരികയോ 5 വെബ്സൈറ്റുകളിൽ നിന്ന് www ഇല്ലാതെ വരികയോ ചെയ്യുമ്പോൾ മൊത്തം 10 വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് ലിങ്ക് കിട്ടുന്നുണ്ടെങ്കിലും ആ 10 ലിങ്കുകളുടെയും മൊത്തത്തിലുള്ള ഒരു ഇക്വിറ്റി, പവർ, റെക്കമെൻഡേഷൻ, വോട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വരും.
ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മുടെ വെബ്സൈറ്റിനെ റീഡയറക്ഷൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നമ്മൾ ഏത് വെർഷനാണോ ഇതിൽ പ്രിഫർ ചെയ്തത് ആ വെർഷനിലേക്ക് മറ്റേ വെർഷനെ റീഡയറക്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതിൽ ഏത് വെർഷൻ പ്രിഫർ ചെയ്യണം എന്നുള്ളത് എപ്പോഴും ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള സംഗതിയാണ്. ഒരു വെബ്സൈറ്റിനെ WW വെർഷൻ പ്രിഫർ ചെയ്യണമോ നോൺ WW വെർഷൻ പ്രിഫർ ചെയ്യണമോ എന്നുള്ള ഒരു ചർച്ചയിൽ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം ചെറുതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ഡൊമൈൻ നെയിം ആണെങ്കിൽ പ്രിഫറബിളി www.domain name എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം നീളം കൂടിയതാണെന്ന് വെച്ചോ, 3 വേർഡ്സോ അല്ലെങ്കിൽ 4 വേർഡുകളോ ഉള്ള നീളം കൂടിയ ഒരു ഡൊമൈൻ നെയിം ആണെങ്കിൽ അവിടെ നോൺ WW വെർഷൻ പ്രിഫർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ ഡൊമൈൻ നെയിം നീളം കൂടുമ്പോൾ നോൺ WW അവിടെ പ്രിഫർ ചെയ്യുമ്പോൾ നമ്മുടെ സ്ലഗിനകത്ത് ആവശ്യാനുസരണമുള്ള നമ്മുടെ കീവേഡിൻ്റെ പ്രസൻസ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ പേജ് ഗൂഗിൾ സെർച്ച് റിസൾട്ടിനകത്ത് കാണിക്കുന്ന സ്നിപ്പറ്റിനകത്ത് URL ഇത്ര 90 ക്യാരക്ടേഴ്സ് വരെ കാണിക്കുന്നുണ്ടാവുള്ളൂ. അവിടെ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഡൊമൈൻ നെയിം നീളം കൂടിയതാവുകയും www. version ആണ് നമ്മൾ പ്രിഫർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് WW version പ്രിഫർ ചെയ്യുകയും നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം നീളം കൂടിയതാവുകയും നമ്മളവിടെ WW version പ്രിഫർ ചെയ്യുകയും ചെയ്യുമ്പോൾ നോർമലി നമ്മുടെ ഡൊമൈൻ നെയിമിൻ്റെ കൂടെ വരുന്ന ബാക്കി URLs, നമ്മൾ ഇന്നർ പേജുകളുടെ URLസിൻ്റെ സ്ലഗ് നമുക്ക് കൃത്യമായിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു URL ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റുകയില്ല. കീവേഡിൻ്റെ പ്രസൻസ് അവിടെ വരുത്തുമ്പോൾ നമുക്ക് നമ്മളെ URLൻ്റെ ലിമിറ്റേഷൻ കടന്നു പോകാം. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകും. ഇനി ഇതേ രീതിയിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു കമ്പനിയുടെ ഓണറിന് WW വേണോ നോൺ WW വേണോ എന്നുള്ള ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു അല്പം പഴക്കമുള്ള ഒരു വെബ്സൈറ്റിനെ WW റിസോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മളുടെ WW വെർഷന് എത്ര ലിങ്ക്സ് കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് അതിന് പേജ് അതോറിറ്റി ഉണ്ടാവും. നമ്മുടെ നോൺ WW വെർഷന് അതിലേക്ക് പോയിന്റ് ചെയ്യുന്ന ലിങ്ക്സ് എത്ര അധികമുണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ പേജ് അതോറിറ്റി ഉണ്ടാവും. അപ്പം നമ്മളവിടെ കുറച്ച് നാൾ പഴക്കമുള്ള ഒരു വെബ്സൈറ്റിൻ്റെ WW റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഏത് വെർഷനാണോ പേജ് അതോറിറ്റി കൂടുതലായിട്ടുള്ളത്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ WW വെർഷനിലേക്കാണ് കൂടുതൽ ലിങ്ക്സ് വരുന്നത്, അതുകൊണ്ട് അതിന് പേജ് അതോറിറ്റി കൂടുതലാണെങ്കിൽ ആ വെർഷൻ ചൂസ് ചെയ്തിട്ട് പ്രിഫർ ചെയ്തിട്ട് അതിലേക്ക് മറ്റേ വെർഷനെ റീഡയറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ, www.sam.com എന്ന് പറയുന്ന വെബ്സൈറ്റിന് WW റിസോൾവ് ചെയ്യാനുണ്ട്. അത് രണ്ടും ഇപ്പോൾ 2 രീതിയിലാണ് ഓപ്പൺ ആകുന്നത്. അവിടെ www.sam.com എന്ന് പറയുന്ന URL നമ്മൾ പേജ് അതോറിറ്റി ചെക്ക് ചെയ്തപ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് www.sam.com എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് ഒത്തിരി വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് വന്നിരിക്കുന്നത് കൊണ്ടോ അതിന് പേജ് അതോറിറ്റി കൂടിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെ പ്രിഫേർഡ് വെർഷനാക്കി എടുത്തിട്ട് പേജ് അതോറിറ്റി കുറഞ്ഞ വെർഷന് ലിങ്ക്സ് കുറച്ച് വന്നിട്ടുള്ള പേജിനെ ഇങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ പേജ് അതോറിറ്റി മെയിൻ URLനകത്ത് ചെയ്യാനും നമ്മുടെ മെയിൻ URL ലിസ്റ്റ് ചെയ്ത് കിടന്ന റാങ്ക് ചെയ്ത് കിടന്ന കീവേഡുകളിൽ ബെറ്റർ ആയിട്ടുള്ള റാങ്കിങ് ഇംപ്രൂവ്മെൻറ്റ്സ് നമുക്ക് കാണാനും പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ WW റിസോൾവ് എന്താണെന്നും അതെങ്ങനെ സോൾവ് ചെയ്യുമെന്നും WW റിസോൾവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ അത് എങ്ങനെയൊക്കെ ബാധിക്കുമെന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള SEO, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, അതിനെക്കുറിച്ചുള്ള അറിവ് ശേഖരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനലിനകത്ത് പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോയ്ക്ക് ഞാൻ പബ്ലിഷ് ചെയ്യുന്ന ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസാണ് ഇനി പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്ന മറക്കേണ്ട നിങ്ങൾക്ക് ലഭിക്കാൻ പാകത്തിന് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാത് വീഡിയോസ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെയും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.